Your backpack, your belongings. Take with you. Take with you, everything. And not truck. ഹായ്, ഇത് നമ്മുടെ ഫുക്കറ്റിൽ, തായ്ലൻഡിൽ ഫുക്കറ്റിലുള്ള വാട്ടർ അമ്യൂസ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ഓഫീസാണിത്. പേയ്മെൻറ്റ് 1500 2000 ഒക്കെ പറയും. മാക്സിമം ബിലോ 1500 ഉള്ളിൽ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഫുക്കറ്റിൽ മിക്കവാറും ആൾക്കാർ വരുന്നത് കാണാറില്ല. മിക്കവാറും പട്ടായയും മറ്റു സ്ഥലങ്ങളുമാണ്, ബാങ്കോക്കൊക്കെയാണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. ഫുക്കറ്റ് ഈസ് വണ്ടർഫുൾ വൺ ആൻഡ് മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നാൽ അവർ വണ്ടിയിലും കൂടി കൊണ്ടുവരും. പിന്നെ ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ രജിസ്ട്രേഷൻ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഫുൾ സെറ്റപ്പിൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ ഈ വാട്ടർ അമ്യൂസ്മെൻറ്റിന് കുറേ പ്രിക്കോഷൻസ് ഉണ്ട്. കുറേ ഷൂസ്, അതുപോലെ വാട്ടർ റെസ്റ്റ് ചെയ്യുന്ന മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കവറ്, അതൊക്കെ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഒരു ജസ്റ്റ് ഒരു കവറിന് തന്നെ 300 തായ് ബക്സ് ഉണ്ട്. ഇവിടെ പിപ്പി ഐലൻഡിന് പോകുന്നവർക്കുള്ള ഒരു പ്രിക്കോഷൻ, ഒരു ഗൈഡിൻ്റെ ക്ലാസ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. Good morning. Good morning. Energy. Not good morning. No. You. Someone or some people have operation or surgery in your back. Have or no have? പിന്നെ ഫുക്കറ്റിലെ പെപ്പി ഐലൻഡിലേക്ക് പോവാണ്. പെപ്പി ഐലൻഡിലേക്ക് നമ്മളെല്ലാവരും സെറ്റപ്പായിട്ട് ഫുൾ. ഹലോ, നമ്മളെ ഫുക്കറ്റിന് നമ്മുടെ പിപ്പി ഐലൻഡിലേക്ക് പോവാണ്. എല്ലാവരും ഫുൾ സെറ്റപ്പ് ആയിട്ടുള്ളത്. ബാക്കി ടീമെല്ലാം ബോട്ടിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി ടീമെല്ലാം ബാക്കി വരുന്നുണ്ട്. ഇപ്പൊ ഫുൾ മൂഡിലാണുള്ളത്. ഒരു യോയോ എടുത്തേ. നമ്മളെ തായ്ലൻഡില് ഫുക്കറ്റിൽ വന്നിട്ട് പിപ്പി ഐലൻഡിലാണ് ഉള്ളത്. വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരുപാട് വാട്ടർ അമ്യൂസ്മെൻറ്റും സ്നോക്ലിങ്ങും സ്ക്യൂബ ഡൈവിങ്ങും ഒക്കെയുള്ള വളരെ രസകരമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഫുക്കറ്റ്. പൊതുവേ സാധാരണ നമ്മുടെ പാക്കേജിൽ ഈ ഫുക്കറ്റ് കാണാറില്ല. ബാങ്കോക്ക് പട്ടായാണ് കൂടുതലുള്ളത്. ഫുക്കറ്റിൽ അത് ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ എമൗണ്ട് വരുന്നതുകൊണ്ട് മിക്കവാറും ആൾക്കാരത് ലീവ് ചെയ്യും. അതില്ലാത്ത പാക്കേജ് എടുക്കുക, ഫുക്കറ്റ് ഇല്ലാത്തത്. ഫുക്കറ്റ് മസ്റ്റ് വാച്ച് കുറച്ച് ഏരിയാസ് ഉണ്ട്. അതുപോലെ ജെയിംസ് ബോണ്ട് ഐലൻഡ്, പിപ്പി ഐലൻഡ് ഒക്കെയാണ് ഉള്ളത്. എന്തായാലും ഒന്ന് അടിപൊളിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ബീച്ച് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് പറ്റിയ സ്ഥലമാണ്. എല്ലാവിധ എൻ്റർടൈൻമെൻറ്റും വാട്ടർ എൻ്റർടൈൻമെൻറ്റും ഇവിടെയുണ്ട്. വെസൽസ് നല്ല ബിഗ് വെസൽസാണ് മിക്കവാറും ഉണ്ടാവുക. ഫോറിനേഴ്സ് തായ്ലൻഡിലേക്ക് വരുന്നത് തന്നെ എസ്പെഷ്യലി ഈ പറഞ്ഞ ജെയിംസ് ബോണ്ട് ഐലൻഡും അതുപോലെ പിപ്പി ഐലൻഡിലുള്ള എക്സ്പീരിയൻസ് ചെയ്യാനാണ്. റിയലി വണ്ടർഫുൾ എക്സ്പീരിയൻസ്. Your backpack, your belongings. Take with you. മായ ഐലൻഡ്. അപ്പോൾ നമ്മൾ ഫുക്കറ്റിലെ മായ ഐലൻഡിലെത്തി. നമ്മളെ ടീമെല്ലാം വെസൽസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. കുറേ വെസൽസ് റിട്ടേൺ അടിക്കുന്നുണ്ട്. വന്നവരിൽ ഇവിടെയുണ്ട്. നമ്മുടെ ഫോറിനേഴ്സ് എല്ലാം എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരുവാണ്. മായ ഐലൻഡിൽ ഇറങ്ങിയിട്ടേ ഒരു ഐലൻഡ് എക്സ്പ്ലോറിങ്ങിന് എല്ലാവരും പോവാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ. ഫുൾ പാറക്കെട്ടുകളുടെ ഇടയിൽ ഒരു മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തായ്ലൻഡിലെ ട്രിപ്പിൽ എവിടെയും ഒരു വ്ളോഗിലും ഒരു വീഡിയോയിലും കാണാത്തൊരു സാധനമാണ്. വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സാധനം.
ആൾക്കാർ നടന്നു വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് തായ്ലൻഡിൽ ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വിസിറ്റ് ചെയ്യുന്നൊരു പിന്നെ ഐലൻഡാണിത്. ഓക്കെ, ഇന്ത്യൻസ് വളരെ റെയറാണ്. ഫോറിനേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പും ഇതിൻ്റെ ടെറൈൻ മൊത്തത്തിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. ഒന്ന് വേലിയേറ്റ സമയത്തൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടാവാറുണ്ട്. നമ്മളാകെ കാണുന്നത് ഈ 3 ഇന്ത്യൻസിനാണ്, ബാക്കി എല്ലാം ഫോറിനേഴ്സാണ്. നിങ്ങൾ എവിടുന്നാ? കണ്ണൂർ പാപ്പിശ്ശേരി കീശ്ശേരികളോ? ഈന്തോടോ? എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. സാറേ നിങ്ങൾ എവിടുന്നാ? വളവണ്ണത്തെ കണ്ടലാണ് ആർക്കും താല്പര്യം. ഇവിടെ വന്നിട്ട് ഇസ് നാട്ട് കണ്ടൽ? നോ. മയ ബീച്ചിൽ ഇതേപോലെ നല്ലൊരു കഫ്റ്റീരിയ ഉണ്ട്. ആൾക്കാർക്കൊക്കെ ഇരുന്ന് കുറച്ച് ചായയെല്ലാം കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നല്ല ഒന്ന് റിലാക്സ് ആയിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് മൂവ് ചെയ്യാം. ഇത് നമ്മുടെ ഫുക്കറ്റിലെ വിപ്പി ഐലൻഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ലഞ്ച്. നല്ല ഹെവി ലക്ഷറിയസ് ലഞ്ചാണ്. അതിൽ വെജ് അതുപോലെ നോൺ വെജ് എല്ലാ ഐറ്റംസും ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സലാഡ്സ്. പിന്നെ അതിന് ശേഷം നമ്മൾ സ്നോക്ലിങ്ങിന് നമ്മൾ പിന്നെ വെസൽസിന് എടുത്ത് ചാടും. പിന്നെ നമ്മൾ വെള്ളത്തിലുള്ള അർമാദികളാണ് എല്ലാവരും സ്നോക്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ വെള്ളത്തിൽ നിന്ന് മാക്സിമം എൻജോയ് ചെയ്യുക. അത് ആ ഒരു വിപ്പി ഐലൻഡിലേക്കുള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടാവും, ഒരുപാട് വെസൽസ് ഉണ്ടാവും. എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു നിശ്ചിത ഏരിയയിൽ വന്നിട്ട് അവിടെ നിന്ന് എൻജോയ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. പച്ചരിക്കില്ല ഒന്ന് ഇത്ര നിങ്ങൾ വന്നു